ഹായ്, പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഴയ സ്പോട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നോക്കാം. ഇവിടെ നല്ല വെള്ളം കയറി കിടക്കും, വേലിയേറ്റ സമയം, വെള്ളം കയറി കിടക്കും. ഇതിനൊക്കെ വെള്ളം കിട്ടുമെന്ന് നമ്മൾ നോക്കാം. ഓക്കെ, പഴയ സ്പോട്ടാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട സ്പോട്ടാണ്. അപ്പോൾ ഇന്നൂടെ ഇതിനകത്ത് നോക്കാം. നോക്കിയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഇന്ന് കറങ്ങാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. അപ്പം ഫിഷിങ്ങിലോട്ട് പോവാം. എല്ലാം ചെറുതാണ് കേട്ടോ, എല്ലാം ചെറുതാണ് നിൽക്കുന്നത്. ഒരെണ്ണം നിൽപ്പുണ്ടെന്ന് തോന്നുന്നു, നല്ലൊരെണ്ണം നിൽപ്പുണ്ട് കേട്ടോ. തലക്കടിച്ച് ഹെഡ് ഷോട്ട്. കറക്റ്റ് ഇതിലേ പോയി ചെകളെ കൂടെ ഇറങ്ങി അഴിച്ചെടുക്കട്ടെ. അഴിച്ച് കളി ഉറങ്ങുകയാണ്. പനി മാറിയില്ല, വിയർത്. അയ്യോ, ഇപ്പം വെള്ളത്തിൽ പോകാൻ നമുക്കടുത്ത് കവർന്നതാണ്. ചെറുത് പറഞ്ഞ കിടപ്പുണ്ട്. അടിപൊളി. ലുക്കാന ഡാട്ട് മാറ്റി നമ്മളുണ്ടോ, നമ്മൾ ഈ ഡാട്ട ഉപയോഗിക്കുന്നത്. എന്തോ കാത്ത് വയ്ക്കും. ഒരെണ്ണം ഒക്കെ അറിയാൻ പോലും അറിഞ്ഞില്ല കേട്ടോ. അവിടെ നിന്ന് കയറി വരുമ്പോൾ നല്ല അടിപൊളി മുഴുത്തതാ. ഇറങ്ങിരി അതൊന്ന് കയറി വരുമ്പോഴേ വാലിനടിയുണ്ടാണ്. കയറി വരുമ്പോൾ നല്ല മുഴുത്തതാണ്. പക്ഷെ അത് നമ്മൾ സ്പോട്ട് മാറും കേട്ടോ. ഈ സ്പോട്ടിൽ നിന്ന് നമ്മൾ അക്കരെ കരയിൽ സ്പോട്ടിലോട്ട് പോവുക. അതുകൊണ്ട് എല്ലാം പറക്കി ബാഗിൽ വെച്ച് വണ്ടി സ്റ്റാർട്ടായി നമുക്ക് ആ സ്പോട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. ഞാൻ നിൽക്കുന്നതിൻ്റെ ഇച്ചിരി അപ്പുറത്ത് മാറി ഒരു കയർ ഫാക്ടറി കേട്ടോ. നമ്മൾ ഇടക്കയറൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അതിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അവിടെ മൊത്തം തൊണ്ടും ചകിരിയാട്ടോ. കാണാം ചകിരിയൊക്കെ, മീനെ പിടിച്ചിടുന്നത് ചകിരിയുടെ മുകളിലോട്ടാണ്.
ഉണ്ടോ? ഉണ്ടോ? ഇവിടെയൊക്കെ കംപ്ലീറ്റ് മീൻ കുറവാണ്. ഒരു മീൻ പോലും അടുക്കുന്നില്ല. അടുക്കുന്നത് മൊത്തം ചെറിയ മീനും. അപ്പോൾ ആ ഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറി സ്പോട്ട് മാറി അടുത്ത സ്പോട്ടിലോട്ട് വന്നു കേട്ടോ. കൊരുത്ത് പൊന്നെ. ക്യാമറയും തട്ടി. കുറേ നേരം ഞാനവിടെ വെയിറ്റ് ചെയ്യുന്നത്. അത്രയും നേരം വെയിറ്റ് ചെയ്യുന്ന സൗണ്ട് വരെ ഉണ്ടാക്കിയിട്ടൊന്നും മീൻ എടുക്കുന്നില്ല. അപ്പോൾ പോവാന്നും പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് തിരിഞ്ഞപ്പോഴേ ഒരു കരിമീനെ കണ്ട്. ആ മരത്തിൻ്റെ തണലായതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് മീൻ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി കേട്ടോ. എല്ലാം അടി പോയി നിൽക്കുന്ന മീനാണ്. നമ്മുടെ ഈ നോർമൽ ഡാർട്ട് ആയതുകൊണ്ട് നമുക്ക് അടിച്ചെടുക്കാൻ പാടാം. ഡീപ്പ് ഡാർട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് മറ്റന്നാളേക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരം അടിച്ചിട്ടേ ഒരെണ്ണത്തിന് അടിയുണ്ട്. ഇതുണ്ടോ? ഈ വരുന്ന ഇതിൻ്റെയൊക്കെ സൗണ്ട് കാരണം ആ ഭാഗത്തുള്ള കരിമീനെല്ലാം കംപ്ലീറ്റും പോയി. പിന്നെ ഞാൻ വേറെ ഭാഗത്തോട്ടൊക്കെ പോയ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഹാൻഡ് മെയ്ഡ് ആട്ടോ, ഹാൻഡ് മെയ്ഡ് ഡാർട്ട. ഇനി നമുക്ക് അടുത്തൊരു ഷൂട്ടിലോട്ട് പോവാം. ഒരെണ്ണം ഇങ്ങനെ സൈഡ് പിടിച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് എയിം ചെയ്ത് നോക്കട്ടെ. കുഴപ്പമില്ല, കിട്ടിയേനെ കേട്ടോ. പക്ഷെ വലിയ കുഴപ്പമില്ലാത്തൊരു മീനാണ്. കണ്ടോ? കവർ ഇടട്ടെ. ഒരെണ്ണോടെ വന്ന് ഇപ്പുണ്ട് കേട്ടോ. ഒത്തിരി നേരം കൊണ്ട് ഒരു കണമ്പ് കിടന്ന് കളിക്കുക. അമ്മ അതിനെ ഷൂട്ട് ചെയ്തെടുക്കേ. നോക്കട്ടെ, കൊള്ളുമെന്ന് അറിയത്തില്ല, നോക്കാം. ഒരു കാണമ്പ് കിടന്ന് ഓട്ടം കണമ്പ് കിടന്ന് വിടുന്നു. ചുമ്മാ കിടന്നങ്ങ് ഓട്ടം. എവിടെ പോകാൻ വേണ്ടി കിടന്ന് കൂടുന്നു ഉണ്ടോ? പേടലിക്ക് ചെകളെ കൂടെ കടിച്ചങ്ങിറക്കി. അപ്പോൾ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിടെ മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അന്ന് ഒരുപാട് മീനെയൊന്നും കിട്ടിയില്ല കേട്ടോ. നമുക്ക് കിട്ടിയ മീനെയൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞങ്ങളാരും കുറ്റമൊന്നും പറയത്തില്ലെന്ന് വിചാരിക്കുന്നു.
അതിനു വേണ്ടിയൊന്നും ഇല്ല. ഇപ്പം മീൻ കുറവാണ് പൊതുവെ. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി പാടുപെട്ട അത്രേനൊക്കെ കിട്ടിയത്. വിശന്നൊക്കെ നിന്നായിരുന്നു ഞാൻ. എന്തായാലും നമുക്ക് മീനെയൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങളൊരു കാര്യം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ നമുക്ക് കാണാം കേട്ടോ.